ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ ബൈക്കിൻ്റെ പെട്രോൾ ടാങ്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു സൗണ്ടോടുകൂടി ഗ്യാസ് പുറത്തോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു ഇഷ്യൂ വരാൻ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ജനറേഷൻ ബൈക്സൊക്കെ കാനിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഉണ്ട്. ഇത് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്യൂൽ ടാങ്കിനകത്ത് ഫ്യൂവൽ വേപ്പറായി മാറുമ്പോഴത്തേക്കും ആ ഒരു വേപ്പറിനെ ജസ്റ്റ് അബ്സോർബ് ചെയ്തെടുത്തിട്ട് തിരിച്ച് നമ്മുടെ ഇൻടേക്ക് മാനിഫോൾഡിൽ കൂടെ കമ്പഷൻ ചേമ്പറിലോട്ട് കൊടുക്കുന്ന ഒരു ജോലി ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഈ ഒരു കാനിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാനിസ്റ്ററിന് ഇഷ്യൂ വന്നു കഴിഞ്ഞാലാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത്. നമ്മൾ ഫ്യൂൽ ടാങ്ക് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും പല വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുണ്ടാകും ഭയങ്കര സൗണ്ടോടുകൂടി ഓപ്പൺ ആവുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ അത്രയും പ്രശ്നമില്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ആ ഒരു പ്രഷറൈസ് ചെയ്തിരിക്കുന്ന ഗ്യാസ് പെട്ടെന്ന് അങ്ങ് പുറത്തോട്ട് പോകുന്നൊരു ഇതായിരുന്നു. കാനിസ്റ്റർ നമ്മളെൻ്റെ തന്നെയാണ് വിചാരിച്ചത്. പിന്നെ ആ കാനിസ്റ്റർ ആക്സസ് ചെയ്യണമെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. കാനിസ്റ്റർ അഴിക്കണമെങ്കിൽ വരുന്ന ഏറ്റവും വലിയ തലവേദന എന്ന് പറഞ്ഞാൽ കാനിസ്റ്റർ ഇരിക്കുന്നത് ഈ ഒരു ചാസി നിങ്ങൾക്ക് കാണാമല്ലോ, ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ എഞ്ചിൻ്റെയും ഈ ഒരു സസ്പെൻഷൻ്റെ ഇടയ്ക്ക് ആയിട്ട് വരുന്ന ഈ ഒരു ഏരിയയിലാണ് ആ കാനിസ്റ്റർ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ആക്സസ് ചെയ്യണമെങ്കിൽ എഞ്ചിൻ പയ്യെ മേളിൽ നിന്നുള്ള നട്ട് അഴിച്ച് സൈഡിലോട്ട് താഴ്ത്തിട്ട് മാത്രമേ അതിൻ്റെ ആ നട്ട് നമുക്ക് അഴിക്കാനുള്ള ആക്സസ് കിട്ടുള്ളൂ. അപ്പോൾ യൂഷ്വലി മാറണമെങ്കിൽ ഇതെല്ലാം പൊളിച്ചെടുക്കേണ്ട അത്രയും കോസ്റ്റ് വരും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതുപോലൊരു പ്രശ്നം വന്നാൽ നിങ്ങൾ ആദ്യം തന്നെ ഇത് മാറ്റാൻ വേണ്ടി ഓടണ്ട. എൻ്റെ ബൈക്കിന് വന്ന പ്രശ്നം എങ്ങനെയാണ് ഞാനിപ്പോൾ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങളിപ്പോൾ കണ്ടപോലെ തന്നെ ഇത്രയ്ക്കുള്ളൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് കാനിസ്റ്ററിനെ ആക്സസ് ചെയ്യണമെങ്കിൽ അത് ഇളക്കണമെങ്കിൽ നമുക്ക് ബൈക്ക് അഴിച്ചാലേ പറ്റത്തുള്ളൂ. അത് ഈ ഒരു ചെറിയ കാര്യം മാറാൻ വേണ്ടി ഫുൾ വണ്ടി വെറുതെ അഴിച്ചിറക്കണമെന്ന് വിചാരിച്ചു. ഞാൻ ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു ഫെബ്രുവരിയിൽ നമ്മുടെ ബൈക്കിൻ്റെ വാൽവ് ഒന്നുകൂടെ ടൈറ്റ് ചെയ്യണം. അപ്പോൾ ആ ടൈമിൽ എന്തായാലും അഴിക്കുന്ന ടൈമിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാനും വിഷ്ണുവിനെ സംസാരിച്ചപ്പോഴത്തേക്കും ഇവിടെ പെട്രോൾ ടാങ്കിൻ്റെ സൈഡിൽ നിന്ന് ഇതിൻ്റെ ഒരു നോസിൽ വരുന്നുണ്ട്, എക്സ്ട്രയ്ക്കുള്ള ഒരു ട്യൂബ് പോകുന്നുണ്ട്. അപ്പോൾ ആ ട്യൂബിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നോക്കാൻ വേണ്ടി അവൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് സൈഡ് അഴിച്ച് നോക്കിയപ്പോഴത്തേക്കാണ് ട്യൂബ് മടങ്ങി തിരിഞ്ഞിരിക്കുകയാണ് അത്. അപ്പോഴത്തേക്കും ആ ഒരു ബ്ലോക്ക് വന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നതാണ് എനിക്ക് തോന്നുന്നത്. പെട്രോൾ ടാങ്കിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരിക. ഇവിടെയും ഈ താഴെയുണ്ട്. ഈ രണ്ട് അലങ്കി അഴിച്ച് ഈ ഒരു പീസിങ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ആക്സ് കിട്ടും.